ദിവസേന നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഫാർമസിയിൽ മരുന്നില്ല. പകർച്ചപ്പനി അടക്കമുള്ളവ വ്യാപകമായിരിക്കുന്ന ഈ സമയത്ത് മരുന്ന് പ്രതിസന്ധി ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണിത്. ഫാർമസിയിൽ ടോക്കൺ എടുത്ത് മണിക്കൂറുകൾ ക്യൂ നിന്ന് മുൻപിലെത്തുമ്പോഴാണ് മരുന്നില്ലെന്ന കാര്യം അറിയുന്നത്. ഞങ്ങൾ വന്നത് 8 മണിക്കായും പോകുന്നത്. എല്ലാം പുറത്തുനിന്നായിരിക്കണം. നേരത്തെ അങ്ങനെ തന്നെ പുറത്തുനിന്ന് തന്നെ ഇല്ലല്ലോ. അപ്പം ഞാൻ വിശ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ പക്ഷെ ഇല്ല. 2 മരുന്ന് എഴുതി ഒന്നേ കിട്ടുള്ളൂ, ഒന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. പാരസെറ്റമോൾ പോലെയുള്ള ചില മരുന്നുകൾ ഒഴികെ വില കൂടിയ മരുന്നുകൾ മുഴുവൻ പുറത്തുനിന്ന് വാങ്ങാൻ നിർദ്ദേശിക്കും. കിട്ടാത്ത മരുന്ന് പുറത്തൊന്ന് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് തരുന്ന മരുന്നല്ലേ, ഡോക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പേരേ ഉള്ളൂ. പണമുണ്ട്, പ്രൈവറ്റിൽ പോവാൻ നോക്കാം, എല്ലാ മരുന്നും കിട്ടും. ഇതോടെ ഫാർമസിയിലുള്ളവരുടെ രോഗികളും ബന്ധുക്കളും തട്ടിക്കയറുന്നതും ഇവിടെ പതിവാണ്. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഡോക്ടർമാർ എഴുതി നൽകുന്ന ഒരു മരുന്ന് പോലും ഫാർമസിയിൽ ലഭ്യമല്ല. മരുന്ന് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഇന്ന് വളരെ കുറച്ച് മരുന്നുകൾ എത്തിച്ചുവെങ്കിലും സ്ഥായിയായ പരിഹാരം കാണാൻ അധികൃതർക്കാകുന്നില്ല. കയ്യിൽ കാശില്ലാത്തവർ മരുന്ന് വാങ്ങാതെ മടങ്ങുന്നു. സാമ്പത്തിക വർഷാരംഭമായതിനാൽ തന്നെ മരുന്നുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.